കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചില വളം, അതോടൊപ്പം തന്നെ ഒരു കീടനാശിനിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവ വളത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. അതിന് നമുക്ക് വേണ്ടത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടിൻ്റെ വേലിക്കലും അതിർത്തി തിരിക്കാനും ഒക്കെയായി വളർത്തിയിരുന്ന ശീമക്കൊന്നയുടെ ഇലയാണ്. ഇപ്പോൾ ആർക്കും വേണ്ടാത്ത, എത്ര വെട്ടിയാലും വീണ്ടും വീണ്ടും തഴച്ചു വളരുന്ന ഒരു പാഴ്ചെടിയായി മാറിയ ശീമക്കൊന്നയുടെ ഇലയാണ് നമുക്ക് വേണ്ടത്. വളരെയധികം നൈട്രജന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ശീമക്കൊന്നയുടെ ഇല ചാണകത്തിന് പകരമായി പച്ചക്കറി ചെടികൾക്ക് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ വേനൽക്കാലത്ത് ചെടികളുടെ തടത്തിൽ പുതയിടാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശീമക്കൊന്ന വളം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ശീമക്കൊന്നയുടെ ഇലയാണ്. ഞാനിവിടെ കുറച്ച് കൂടുതലായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ഇലകൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്ര ശീമക്കൊന്നയുടെ ഇലകൾ ഊരിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അത് അരച്ചെടുക്കണം. പഴയ ജാറുണ്ടെങ്കിൽ അതെടുത്താൽ മതി. കാരണം ശീമക്കൊന്നയുടെ ഇലക്ക് ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ട്. ശീമക്കൊന്നക്ക് വളച്ചെടിയെന്നും വേലിക്കൊന്ന എന്നുമൊക്കെ ചിലയിടങ്ങൾ പേര് പറയാറുണ്ട്. കാലിവളത്തിൽ ഉള്ളതുപോലെ തന്നെ നൈട്രജൻ ധാരാളം അടങ്ങിയ ഒരു പച്ചില വളം തന്നെയാണ് ശീമക്കൊന്ന. ഇത് ഞാൻ അരച്ചെടുത്ത ശീമക്കൊന്ന ഇലയുടെ സ്ലറിയാണ്. ഇതിനിപ്പോൾ ഒരു ബേഡ് സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിൽ നിന്നും ഒരു കപ്പ് അളന്നെടുത്തിട്ട് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ശീമക്കൊന്നയുടെ സ്ലറി എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഇരട്ടി അളവിൽ, അതായത് രണ്ട് മഗ് പച്ചവെള്ളം കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി നേർപ്പിച്ചെടുക്കണം. ഇപ്പോൾ പച്ച ചാണകത്തെ വെല്ലുന്ന വിധത്തിലുള്ള നൈട്രജൻ ധാരാളം അടങ്ങിയ പച്ചില വളം തയ്യാറായി കഴിഞ്ഞു. ഇത് 10 ദിവസത്തിലൊരിക്കൽ നമ്മുടെ പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ പൂച്ചെടികൾക്കും ചെടിയുടെ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പച്ചക്കറി ചെടികൾക്ക് ഖരരൂപത്തിലുള്ള വളങ്ങളെക്കാൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളാണ്. പ്രത്യേകിച്ച് ഇലവർഗ ചെടികളായ ചീരക്ക് ഏറ്റവും ഉത്തമമായ ഒരു വളം കൂടിയാണ് ശീമക്കൊന്ന വളം. ഇനി ശീമക്കൊന്നയുടെ ഇല കൊണ്ട് തന്നെ മറ്റൊരു വിധത്തിൽ കൂടി നമുക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു രീതി നമ്മൾ ആദ്യം ചെയ്തതിലും വളരെ സിമ്പിളാണ്. എന്നാലോ കൂടുതൽ എഫക്റ്റീവ് ആയത് ആദ്യം ചെയ്തത് തന്നെയാണ്. ഒരു ബക്കറ്റിൽ പകുതി വെള്ളമെടുത്ത് അതിൽ നിറയെ ശീമക്കൊന്നയുടെ ഇല ഇട്ട് 3 ദിവസത്തോളം ഒന്ന് മൂടി വെക്കണം. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞാൽ ഇലകൾ മാറ്റി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ താഴെ ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്താൽ നല്ല ഒരു കീടനാശിനിയായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. പച്ചച്ചാണകം കലക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന അതേ ഫലം തന്നെയാണ് ഈ ഒരു ശീമക്കൊന്ന വളത്തിൽ നിന്നും ചെടികൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തും ചെയ്തു നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.